ട്രംപിൻ്റെ ഗാസ പദ്ധതി ലോകരാജ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും ഇത് അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞത് ട്രംപിൻ്റെ വലിയ സന്തോഷം ജനിപ്പിച്ചു. ട്രംപ് പറയുന്നത് വളരെ നന്ദി മോദി എന്നാണ്. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ ശിങ്കിടിയായിട്ടുള്ള പാകിസ്ഥാൻ ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പാക് സർക്കാർ അവിടെ വലിയ പ്രതിഷേധം നേരിടുകയാണ്. ഇപ്പോഴിതാ ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ട്രംപ് അവതരിപ്പിച്ച 20 പോയിന്റ് ബ്ലൂ പ്രിന്റിൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി യു ടേൺ എടുത്തു എന്ന് പറയുന്നു. പാകിസ്ഥാനെ പലതവണ പ്രശംസിച്ച ട്രംപിനെ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ഞെട്ടിക്കുന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ പാർലമെന്റിൽ പറഞ്ഞത് ഗാസ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ നൽകിയ കരട് ട്രംപിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഭാഗികമായി പിൻവലിക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ട്രംപിന്റെ നിർദ്ദേശം മുസ്ലിം രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ട്രംപ് പ്രഖ്യാപിച്ച നിർദ്ദേശം മുസ്ലിം രാജ്യങ്ങളുടെ യഥാർത്ഥ കരട് പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. സെപ്റ്റംബർ 22-ന് മുസ്ലിം രാജ്യങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ട്രംപിനോട് വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഇസ്രായേലിലെ ഭാഗിക പിൻവലിക്കൽ മാത്രമേ ട്രംപിന്റെ പദ്ധതിയിൽ പരാമർശിക്കുന്നുള്ളൂ എന്നുമാണ് ദാർ പറയുന്നത്. വെസ്റ്റ് ബാങ്കിലെ അധിനിവേശം ഇസ്രായേൽ വ്യാപിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് 8 രാജ്യങ്ങൾ ട്രംപിൽ നിന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു. ഇസ്രായേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്നും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ സമാധാനം സ്ഥാപിക്കണമെന്നും മുസ്ലിം രാജ്യങ്ങൾ കരടിൽ വ്യക്തമായി എഴുതിയിരുന്നു. പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി ഇസ്രായേലുമായി സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ നയം. എന്നിരുന്നാലും പലസ്തീനെ ഒരു രാഷ്ട്രമാക്കാനുള്ള സാധ്യത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിഷേധിച്ചു വരികയാണ്. അതിനാൽ ട്രംപിന്റെ നിർദ്ദേശത്തിൽ സംശയങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ നിലവിൽ പറയുന്നത്. നേരത്തെ ട്രംപിന്റെ 20 പോയിന്റ് സമാധാന നിർദ്ദേശം ഒരു അമേരിക്കൻ രേഖയാണ്, ഞങ്ങളുടെ രേഖയല്ല എന്ന് ഡാർ പറഞ്ഞിരുന്നു. ഒരു മുസ്ലിം രാഷ്ട്രമെന്ന നിലയിൽ ഗാസയിലെ ജനങ്ങളോടുള്ള സ്നേഹം നിമിത്തം വെടിനിർത്തൽ, ആക്രമണങ്ങൾ തടയൽ, തുടർച്ചയായ മാനുഷിക സഹായം എന്നിവ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പാകിസ്ഥാൻ അയച്ച എല്ലാ നിർദ്ദേശങ്ങളും അമേരിക്ക അംഗീകരിച്ചില്ല, ഇനി അംഗീകരിക്കാൻ പോകുന്നില്ല എന്നും ഇപ്പോൾ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഡാർ സമ്മതിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.